രഞ്ജി ട്രോഫിയിൽ തകർപ്പൻ സെഞ്ചുറി നേടിയിരിക്കുകയാണ് ശുഭ്മാൻ ഗിൽ. കർണാടകയ്ക്കെതിരെ നടക്കുന്ന മത്സരത്തിന്റെ രണ്ടാം ഇന്നിംഗ്സിലാണ് ഗില്ലിന്റെ ബാറ്റിംഗ് വിരുന്ന് സംഭവിച്ചത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി മോശം ഫോമിലായിരുന്നു ഗില്ല്. ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ഉൾപ്പെടെ താരം ഫ്ലോപ്പായിരുന്നു. അടുത്ത മാസം ചാമ്പ്യൻസ് ട്രോഫി നടക്കാനിരിക്കെ ഗിൽ ഫോമിലേക്ക് മടങ്ങിയെത്തിയത് ഇന്ത്യൻ ടീമിന് സമ്മാനിക്കുന്ന ആശ്വാസം ചെറുതല്ല. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിന്റെ ആദ്യ ഇന്നിംഗ്സിൽ പക്ഷേ ഗിൽ ഫ്ലോപ്പായിരുന്നു. പഞ്ചാബിനായി ബാറ്റിംഗ് ഓപ്പൺ ചെയ്ത താരം 8 പന്തിൽ നിന്ന് 4 റൺസ് മാത്രം എടുത്ത് പുറത്താവുകയായിരുന്നു. എന്നാൽ മത്സരത്തിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ കിടിലൻ ബാറ്റിംഗ് കാഴ്ചവെച്ചു. 14 ബൗണ്ടറികളും 3 സിക്സറുകളും അടങ്ങുന്നതാണ് ഗില്ലിന്റെ സെഞ്ചുറി. ഇത്തവണത്തെ ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ ടീമിന്റെ പ്രധാന പ്രതീക്ഷയാണ് ശുഭ്മാൻ ഗിൽ. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കൊപ്പം ടീമിന്റെ ഓപ്പണറാണ് അദ്ദേഹം. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ ടീമിന്റെ ഉപനായകനും ഗില്ലാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ സമീപകാലത്ത് അത്ര മികച്ച ഫോമിലല്ലെങ്കിലും ഏകദിന ക്രിക്കറ്റിൽ തകർപ്പൻ റെക്കോർഡുള്ള ബാറ്ററാണ് ഗില്ല്. 47 ഏകദിന മത്സരങ്ങളിൽ ഇതുവരെ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ ഗിൽ 58.2 ബാറ്റിംഗ് ശരാശരിയിൽ 2328 റൺസ് നേടിയിട്ടുണ്ട്. 6 സെഞ്ചുറികളും 13 അർദ്ധ സെഞ്ചുറികളും ഈ ഫോർമാറ്റിൽ ഗിൽ നേടിയിരുന്നു. ഗില്ല് സെഞ്ചുറിയുമായി തിളങ്ങിയപ്പോൾ മറ്റ് ചില സീനിയർ താരങ്ങളുടെ രഞ്ജി പ്രകടനം ഇന്ത്യൻ ടീമിന് വലിയ ആശങ്ക സമ്മാനിക്കുന്നുമുണ്ട്. ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയും ഓപ്പണിംഗ് ബാറ്റർ യശസ്വി ജയ്സ്വാളും വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്തുമാണ് രഞ്ജിയിൽ ഫ്ലോപ്പായത്. ജമ്മു കാശ്മീരിനെതിരെ നടന്ന മത്സരത്തിൽ മുംബൈക്ക് വേണ്ടി കളിച്ച രോഹിത് ശർമ്മ ആദ്യ ഇന്നിംഗ്സിൽ 3 റൺസും രണ്ടാം ഇന്നിംഗ്സിൽ 28 റൺസും നേടി പുറത്താവുകയായിരുന്നു. മുംബൈ ടീമിൽ രോഹിത്തിന്റെ ഓപ്പണിംഗ് പങ്കാളിയായ യശസ്വി ജയ്സ്വാളും ഈ കളിയിൽ നിരാശപ്പെടുത്തി. 4-26 എന്നിങ്ങനെയായിരുന്നു ഈ മത്സരത്തിൽ ജയ്സ്വാളിന്റെ സ്കോറുകൾ. സൗരാഷ്ട്രക്കെതിരായ കളിയിൽ ഡൽഹി ടീമിന് വേണ്ടി ഇറങ്ങിയ ഋഷഭ് പന്തും 2 ഇന്നിംഗ്സുകളിൽ പരാജയമായി. 1-17 എന്നിങ്ങനെയായിരുന്നു താരത്തിന്റെ സ്കോറുകൾ. രഞ്ജി ട്രോഫിയിലെ തിരിച്ചുവരവ് മത്സരത്തിൽ മിന്നും പ്രകടനം ഇന്ത്യൻ സീനിയർ താരം രവീന്ദ്ര ജഡേജ കാഴ്ചവെച്ചിരുന്നു. സൗരാഷ്ട്ര ഡൽഹിക്കെതിരെ നടന്ന കളിയിലാണ് തീപ്പൊരി ബൗളിംഗ് പ്രകടനവുമായി തിളങ്ങിയത്. ജഡേജ മിന്നി തിളങ്ങിയ കളിയിൽ സൗരാഷ്ട്ര 10 വിക്കറ്റിന്റെ ആധികാരിക ജയം നേടുകയും ചെയ്തു. ഡൽഹിക്കെതിരായ കളിയുടെ ആദ്യ ഇന്നിംഗ്സിൽ വെറും 66 റൺസ് വഴങ്ങി 5 വിക്കറ്റുകളായിരുന്നു ജഡേജ വീഴ്ത്തിയത്. രണ്ടാം ഇന്നിംഗ്സിലും ഇതേ ഫോം ആവർത്തിച്ച അദ്ദേഹം 38 റൺസിന് 7 വിക്കറ്റുകൾ നേടി. 2 ഇന്നിംഗ്സുകളിൽ നിന്നുമായി 12 വിക്കറ്റുകൾ നേടാൻ ജഡേജയ്ക്കായി. ഈ കളിക്കിടെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ജഡേജയുടെ വിക്കറ്റ് നേട്ടം 550-ലെത്തി. 2 വർഷങ്ങൾക്ക് ശേഷം ജഡേജ കളിക്കുന്ന ആദ്യ രഞ്ജി മത്സരം കൂടിയായിരുന്നു ഇത്. താരത്തിന്റെ റെഡ് ബോൾ കരിയറിലെ 36ാമത്തെ 5 വിക്കറ്റ് നേട്ടം കൂടിയാണ് ഡൽഹിക്കെതിരെ കണ്ടത്. ഒരു കളിയിൽ അദ്ദേഹം 10 വിക്കറ്റ് വീഴ്ത്തുന്നതും ഇത് 10ാം തവണയാണ്.